നാട്ടിലെ കുട്ടികളുടെ വിഷമം കാണാൻ കണ്ണില്ലാത്തവർ മറ്റ് സ്ഥലങ്ങളിലെ കുട്ടികളുടെ വിഷമത്തിൻ്റെ പേരിൽ നടക്കുന്ന സമരാഭാസങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ പോകുമ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് സ്വന്തം മൂക്കിന് താഴെയുള്ള കാര്യങ്ങൾ കാണാതെ പോകുന്നു? കേരള സർക്കാരിൻ്റെ സമീപനം കഴിഞ്ഞ CPM സർക്കാരിൻ്റെ അതേ രീതികളിലൂടെ പോകാനാണോ സതീശൻ സർക്കാരും ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. കാരണം ഇവിടെ PSC റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്ന കുട്ടികൾ, ചെറുപ്പക്കാർ, അവർ ആഴ്ചകളോളം മുട്ടിലിഴഞ്ഞ് സമരം ചെയ്തിട്ടും തിരിഞ്ഞു നോക്കാത്തവരായിരുന്നു കഴിഞ്ഞ സർക്കാർ. ഇവിടെ അധ്യാപകരായിട്ട് നിയമിക്കപ്പെടാൻ യോഗ്യതയുള്ളവരായിട്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ തന്നെ അർഹരാണ് എന്ന് കണ്ടെത്തിയിട്ടുള്ള ആളുകൾ കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട്, 2 അധ്യയന വർഷത്തോളമായിട്ട് നിയമനം കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം. അതേസമയത്ത് ഒഴിവുകൾ നികത്താൻ, ഈ ലിസ്റ്റിൽ നിന്ന് ഒഴിവ് നികത്തുന്നതിന് പകരം ആ ലിസ്റ്റിൽ ഒഴിവ് നികത്താൻ മറ്റു മാർഗങ്ങൾ കണ്ടെത്തുന്ന സാഹചര്യം. ഈ സാഹചര്യം സർക്കാരിൻ്റെ തെറ്റായിട്ടുള്ള മുൻഗണന ആണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നാട്ടിലെ കുട്ടികളുടെ വിഷമം കാണാൻ കണ്ണില്ലാത്തവർ മറ്റ് സ്ഥലങ്ങളിലെ കുട്ടികളുടെ വിഷമത്തിൻ്റെ പേരിൽ നടക്കുന്ന സമരാഭാസങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ പോകുമ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് സ്വന്തം മൂക്കിന് താഴെയുള്ള കാര്യങ്ങൾ കാണാതെ പോകുന്നു? അപ്പം അത് എന്തോ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് എന്ന് വ്യക്തമാകുന്ന തരത്തിലാണ് ഈ നിലപാട് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ 23 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഇതുവരെയും വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ചർച്ച നടത്താൻ അനുമതി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ആ കാര്യം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അന്ന് ഞങ്ങളും ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന കോൺഗ്രസ് മുന്നണിയും അന്ന് ഞങ്ങളൊക്കെ ആവശ്യപ്പെട്ടിരുന്നത് ആശാസമരത്തിൽ സമരം ചെയ്യുന്ന ആളുകളെ മിനിമം വിളിച്ച് ചർച്ച ചെയ്യുമെങ്കിലും ചെയ്യണം. PSC പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന് നിയമിക്കപ്പെടാതെ സമരം ചെയ്യുന്ന ആളുകളെ വിളിച്ച് ചർച്ച ചെയ്യണം. സമരം ചെയ്യുന്നവരെ വിളിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളത് കേരളത്തിൻ്റെ ജനാധിപത്യ പാരമ്പര്യമാണ്. പക്ഷേ ഇവിടെ 23 ദിവസമായിട്ട് ഇവരെ വിളിച്ച് ചർച്ച ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇവരങ്ങോട്ട് ചെന്ന് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ചെല്ലുമ്പോഴും അവരെ അവഹേളിക്കുന്ന സമീപനം, ആ സമീപനമാണ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ടാകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ തരത്തിലുള്ള അവഹേളനാപരമായിട്ടുള്ള സമീപനം, ആ സമീപനം തീർച്ചയായിട്ടും ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് സർക്കാർ ഓർക്കണം എന്നാണ് എനിക്ക് മുന്നറിയിപ്പ് നൽകാൻ. ഒരു ചോദ്യം കൂടി, അതായത് PSCയുടെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പഴയ സർക്കാരിനെ സഹായിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചത്. അത് മന്ദഗതിയിലാണ്, ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തത് പോലും മന്ദഗതിയിലാണ് നടക്കുന്നത്. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കേന്ദ്രത്തിൽ പരീക്ഷാ ക്രമക്കേട് വന്നാൽ അവിടുത്തെ മന്ത്രി രാജിവെക്കണം. സംസ്ഥാനത്ത് പരീക്ഷാ ക്രമക്കേട് വന്നാൽ ആർക്കുമെതിരായിട്ടും നടപടിയില്ല. ഇത് ഇന്ത്യ സഖ്യം പരസ്പരം സഹകരിക്കുന്ന, പരസ്പരം സംരക്ഷിക്കുന്ന ആ സമീപനത്തിൻ്റെ ഭാഗമാണോ അല്ലയോ എന്നുള്ളത് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രതിനിധികളോ ആരെങ്കിലും വ്യക്തമാക്കണം എന്നുള്ളതാണ് എനിക്ക് ആവശ്യപ്പെടാൻ.